ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്കമാലിയിൽ തോമസാണ്. ഇന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു. അച്ഛൻ തിരക്കിലാണല്ലോ. ഈ ആഴ്ച വന്നാൽ കാണാൻ സാധിക്കുമോ? അച്ഛൻ അടുത്ത ആഴ്ച റോമിലേക്ക് പോകും. അതുകൊണ്ട് ഈ ആഴ്ച നല്ല തിരക്കിലാ. ഏതായാലും 10 മണിക്ക് ശേഷം വിളിക്കേ, ഞാൻ അച്ഛനോട് പറയാം. ഫ്രാൻസിസ്, അച്ഛോ, കിഴക്ക് ഭാഗത്തൊരു മരം ചാഞ്ഞു കിടപ്പുണ്ട്. ഈ ആഴ്ച തന്നെ വെട്ടിയിറക്കണം. ചെയ്യാച്ചോ. ശരി. അച്ഛോ, അങ്കമാലിന്ന് തോമസ് വിളിച്ചിരുന്നു. അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ? അതിനുവേണ്ടി ഇത്രയും ദൂരം വരണ്ടെന്ന് പറയൂ. ഞാൻ പ്രിൻസിപ്പൾ അച്ഛനെ വിളിച്ച് പറയാം. ഒരു പെൺകുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ? ശരി അച്ഛോ. ശരി. അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവമില്ല എന്ന് ഭോഷൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. മ്ലേച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു. നന്മ ചെയ്യുന്നവർ ആരുമില്ല. ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവരില്ല, ഒരുവൻ പോലുമില്ല. ഈ അധർമ്മികൾക്ക് ബോധമില്ലേ? ഇവർ എന്റെ ജനതയെ അപ്പം പോലെ തിന്നൊടുക്കുന്നു. ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നില്ല. അതാ അവർ പരിഭ്രാന്തരായി കഴിയുന്നു. ഇന്നോളം കണ്ടിട്ടില്ലാത്ത പരിഭ്രാന്തി. ദൈവം അധർമ്മികളുടെ അസ്ഥികൾ ചിതറിക്കും. അവർ ലജ്ജിതരാകും. ദൈവം അവരെ കൈവെടിഞ്ഞിരിക്കുന്നു. ജോൺസ് അച്ഛൻ ഉറങ്ങാൻ സാധ്യതയില്ല. മുറിയിൽ വെട്ടം കാണുന്നുണ്ട്. അച്ഛന് കുറച്ചു ദിവസമായിട്ട് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. എന്തോ കാര്യമായിട്ട് അച്ഛന്റെ മനസ്സിനെ പിടിച്ചൊലക്കുന്നുണ്ട്. അതുറപ്പാ. കുറച്ചു ദിവസങ്ങളായി ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം എന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ലക്ഷ്യം വെളിപ്പെടുന്നുമില്ല. ഒരുപക്ഷെ അത് ദൈവഹിതമാണെങ്കിൽ വെളിപ്പെട്ട് എന്നിലൂടെ പ്രാവർത്തികമാകും വരെ എന്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും. കാരണം എന്റെ മനസ്സ് വെളിപ്പെടാനിരിക്കുന്ന ഏതോ ഒന്നിനെക്കുറിച്ച് പരവശനാകുന്നു.
ഇത് വിരിഞ്ഞില്ലേ? കുറെ നാളായല്ലോ. ആ, തനിക്ക് വേറെ പണിയൊന്നുമില്ലടോ. വിരിഞ്ഞൊന്ന് നോക്കിയതാ. ഒന്ന് പോടാപ്പ. ആ, ആരാണാവോ ഈ നേരത്ത്? ജോൺസ് അച്ഛനുണ്ടോ? ഇല്ല, ഉണ്ടിട്ടില്ല. ഉണ്ണാൻ പോണേ ഉള്ളൂ. എന്താ, ഉണ്ണണോ? എന്താ കാര്യം? ഒന്ന് കുമ്പസാരിക്കാനായിരുന്നു. അത്യാവശ്യ? എന്നാ ചാപ്പലിലേക്ക് ഇരുന്നോ? ആ, നന്മയും തിന്മയും തിരിച്ചറിയുന്നതാണ് വിവേകം. അതിനെ പരിശുദ്ധാത്മാവിന്റെ വരമെന്നറിയണം. വിവേകത്തോടെ പ്രവർത്തിക്കുമ്പോൾ ഈശ്വരൻ നമ്മിൽ വസിക്കുന്നുവെന്ന് മനസ്സിലാകും. ജനനത്തിനും മരണത്തിനുമിടയിൽ എല്ലാവർക്കും സഹനമുണ്ട്. സംഘർഷങ്ങളുണ്ടായാലും സംയമനം വെടിയരുത്, ക്ഷമ കൈവെടിയരുത്, പ്രത്യാശയും. നിന്റെ ഭർത്താവിന്റെ സംശയങ്ങൾക്കും ബഹളങ്ങൾക്കുമുള്ള പരിഹാരം തളരാത്ത ക്ഷമയും മുറിയാത്ത പ്രാർത്ഥനയുമാണ്. ആത്മാർത്ഥമായി നീ ഈശോയെ തേടിയാൽ നിന്റെ ഭവനത്തിന് രക്ഷ നൽകാൻ ഈശോയ്ക്ക് സാധിക്കും. ഓരോ നോമ്പുകാലവും കടന്നു പോകുമ്പോൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരാജയങ്ങളെയല്ല, മറിച്ച് പരാജയത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. തിന്മയെ നന്മ വിജയിക്കുന്നതാണ്. പോയി പ്രാർത്ഥിച്ചിട്ട് വാ. ഇപ്പോഴും എപ്പോഴും ഈശോ നിന്നെ രക്ഷിക്കും. പാഞ്ചി, ആ, നീ ഭക്ഷണം കഴിച്ചായിരുന്നു? ആ, കഴിച്ചു. ഈസ്റ്ററിന് എന്തൊട്ട് പരിപാടി? കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് എന്താ കാര്യം? കുറച്ച് കാശ് ഞാൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും വാങ്ങി ഇവിടെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ എത്തിക്കണം. അത് കലക്കിണ്ടിട്ടാ. നീ അച്ഛനോട് പറഞ്ഞോ? ഇല്ല, പറയണം. ആ, നല്ല മഞ്ഞുണ്ട്, പോയി കിടക്കാൻ നോക്ക്. എനിക്ക് അച്ഛൻ വരാണ്ട് കിടക്കാൻ പറ്റില്ല. അസ്വസ്ഥത നിറഞ്ഞ ഈ ലോകത്തിൽ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യൻ നിരന്തരം ഓടുകയാണ്. എന്നാൽ ലക്ഷ്യബോധമില്ലാത്ത ഈ ഓട്ടം മനുഷ്യനെ നിരാശയുടെ പടുകുഴിയിലെത്തിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, എന്തുകൊണ്ടാണ് ഈ ജനം അങ്ങയെ തിരസ്കരിക്കുന്നത്? കണ്ണുണ്ടായിട്ടും ഈ തലമുറ അങ്ങയെ കാണുന്നില്ല, കാതുണ്ടായിട്ടും അവർ അങ്ങയെ ശ്രവിക്കുന്നില്ല. തിന്മയുടെ അന്ധകാരത്തിൽ അങ്ങയുടെ ജനം അകപ്പെട്ടുപോയിരിക്കുന്നു. തിന്മയുടെ വിത്ത് വിതയ്ക്കുന്ന സാത്താനെ അങ്ങ് ശാസിക്കണമേ. ആകയാൽ അങ്ങേ ജനത്തോട് ക്ഷമിപ്പാനും അവിടുന്ന് തിരുവുള്ളമാകണമേ. ആമേൻ. ഈ അച്ഛൻ എന്തോരം വരച്ചാലും മതിയാവില്ല.
ആ ഓക്കെ. എന്താ ഈ സംഭവം? അല്ലെങ്കിൽ ചിത്രകാരന്മാരൊക്കെ ഇങ്ങനെ മനുഷ്യനെ ചിന്തിപ്പിച്ച് ഭ്രാന്താക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛോ ഗുഡ് ആ മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അരി 25 കിലോ, പഞ്ചസാര 5 കിലോ, സവോള 5 കിലോ, പരിപ്പ് 5 കിലോ. വേണ്ട, ഗ്യാസാ, 3 കിലോ മതി. ഹലോ, ജോൺസൺ അച്ഛൻ തിരക്കിലാണല്ലോ. ഒരു ഗസ്റ്റ് ഉണ്ട്, രാത്രി വിളിച്ചാ കിട്ടും. മധുവിന്റെ വരവ് സർപ്രൈസ് ആയിപ്പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ അച്ഛനെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അച്ഛൻ റോമിലായിരുന്നു അല്ലേ? അതെ. 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കാണുന്നത്. എങ്കിലും ഏകാന്തതയുടെ നിമിഷങ്ങളിൽ ഞാൻ മധുവിന്റെ പാട്ടുകൾക്ക് കാതോർക്കാറുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു ഫാദർ. ഹൗ ഈസ് യുവർ ഫാമിലി ആൻഡ് യു? ഓൾ ആർ ഡൂയിങ് വെൽ. അത് വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായും. ഞാൻ നെക്സ്റ്റ് വീക്കിൽ റോമിലേക്ക് പോകും. 6 മാസത്തിനുള്ളിൽ തിരിച്ചെത്താമെന്ന് കരുതുന്നു. അപ്പോഴേക്കും ഒരു പ്രൊജക്ട് കൂടി നമുക്ക് പ്ലാൻ ചെയ്യണം. സന്തോഷം. അച്ഛനിപ്പോ ഈ ചിത്രത്തിന്റെ പുറകിലാണെന്ന് തോന്നുന്നു അല്ലേ? കുറച്ച് ദിവസങ്ങളായി ഞാൻ ഈ ചിത്രത്തിന്റെ പിന്നാലെയാണ്. പക്ഷെ എന്താണ് സബ്ജക്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. കാരണം ആരും ബലമായി എന്റെ കരങ്ങൾ കൊണ്ട് വരപ്പിക്കുന്നതാണ്. ഇപ്പോഴും ഈ ചിത്രത്തെക്കുറിച്ച് എന്റെ മനസ്സ് ബ്ലാങ്കാണ്. ബ്രഷുമായി ക്യാൻവാസിന് മുന്നിലെത്തുമ്പോൾ അരുവി ഒഴുകും പോലെ ഒരു കണ്ടിന്യൂറ്റി സംഭവിക്കുന്നു. സോ ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഇറ്റ്സ് എ മിറക്കിൾ. ഐ നോ.
ബട്ട് ഈ ചിത്രത്തിലേക്ക് എന്റെ മനസ്സ് ആഴ്ന്നിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് കടന്നുപോകുന്നതും ഇനി വരാനിരിക്കുന്നതുമായ തലതിരിഞ്ഞ തലമുറയെക്കുറിച്ചാണ്. എന്നാൽ ഈ ചിത്രം പൂർത്തിയാകുമ്പോഴേക്കും തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓഫ് കോഴ്സ്. മധു, ഒന്ന് മൂളാമോ? തീർച്ചയായിട്ടും. യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ. സ്നേഹമേ നിൻ ഹൃദയം ക്ഷമയുടെ സാഗരമോ നന്മകൾക്കു നന്ദിയേകാൻ എന്തു ചെയ്യും ഞാൻ. താങ്ക് യു മധു. വി വിൽ നെവർ ഫോർഗെറ്റ് ദീസ് ഗുഡ് ഡേയ്സ്. യു വിൽ ഓൾവേസ് ബി ഇൻ മൈ മെമ്മറി. God will always be with you as your savior. ഓക്കെ ഫാദർ, താങ്ക് യു സോ മച്ച്. Okay. വീണ്ടും കാണാം. Thank you. ഓക്കെ. ഇന്ന് ഉയിർപ്പ് തിരുനാൾ. പകലിന് ഇരുൾ വഴിമാറുന്നു.
എന്റെ ചിത്രം പൂർത്തിയായിരിക്കുന്നു. കടന്നു പോകുന്നതും ഇനി വരാനിരിക്കുന്നതുമായ തിന്മ നിറഞ്ഞ തലമുറയിലേക്ക് നന്മയുടെ പ്രകാശം വീശുന്നതായി തീർന്നിരിക്കുന്നു എന്റെ ചിത്രം. വരയുടെ ദൗത്യത്തിനിടയിൽ കർത്താവേ, നിന്റെ കരങ്ങളും നിന്റെ നിഴലും എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുതിയ പ്രഭാതം തിന്മയിൽ നിന്നകന്ന് നന്മയിലേക്ക് നയിക്കട്ടെ.